ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ ഗുരുവായൂരപ്പ ശരണം ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദിനനായകസുതനാകിയ ധർമ്മരാജൻ മനുജാധിപനോടു തോറ്റു തൻപുരം പൊക്കു. മനസ്സി പെരുകുന്ന പരിതാപത്തെ പൂണ്ടു വനജാസനലോകം പ്രാപിച്ചു വിഷണ്ണനായി സനകസനന്ദാദി പുലഹശ്രീ നാരദ മുനിമാർ മറ്റും സുരദിക്പാല ജനത്തോടും വേദശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ സാദരം സരോവരനാദികൾ സമുദ്രങ്ങൾ വാപികൂപാദി തടാകാദികൾ അഹോരാത്രം ഭൂപതേ മാസപക്ഷവത്സരവാരങ്ങളും അയന മൃദുനിമേഷം യുഗമുഖ്യകാലമയി സങ്കൽപ്പ വികൽപ്പാദി യോഗങ്ങൾ തഥാ ഉന്മേഷ നിമേഷങ്ങൾ ഊക്ഷങ്ങൾ കരണങ്ങൾ നിർമ്മല പൗർണമാസി ചന്ദ്രനും പക്ഷങ്ങളും ഭയസന്താപ സുഖലാഭലാഭം ജയാതിജയങ്ങൾ സത്വരജത്തമസാം ഗുണങ്ങളും ശാന്തമൂഢാദി ഘോരാദികില വികാരങ്ങൾ ഹന്തവിത്താദി ശ്ലേഷ്മ കഫങ്ങൾ ഇത്യാദികൾ ദിവ്യവിഗ്രഹം പൂണ്ടു നിഖില ജനങ്ങളും സർവകാരണമൂർത്തിയായുള്ള വിരിഞ്ചനെ ഭക്ത്യാ ചൂഴവും നിന്നു സേവിക്കും. മഹാസഭാമധ്യേ ചെന്നണഞ്ഞു വൈവസ്വതൻ ഭൃത്യരോടും വാടിയ വക്രത്തോടും മൂടിയ ലജ്ജയോടും പേടമാൻ കണ്ണി പോലെ ഭൂതലം നോക്കി മന്ദം വന്നൊരു ധർമ്മരാജൻ തന്നെ കണ്ടവരെല്ലാം അന്യോന്യമേവം പറഞ്ഞിടിനാരോരോ വിധം. കാരണമെന്തിക്കാലം ദ്രുഹിണൻ തന്നെ കാൺമാൻ തരണീസുധനേറ്റം വ്രീളനായി വന്നിടുവാൻ. സത്വര വ്യാപാരനായുള്ളവനിതുകാലം സ്വസ്ഥനായൊരു ഭാവം ഖേദവുമുണ്ടു കാൺമാൻ. ഇത്തരമോരോ ജനം പറഞ്ഞു നിന്നിടുമ്പോൾ സത്വരം ബ്രഹ്മദേവൻ തന്നെ പാദാന്തികെ മൂലച്ഛേദേന വൃക്ഷം കണക്കെ വീണിടിനാൻ. നീലക്കാർ നിറമൊത്ത കാലനാം മഹാപുമാൻ രക്ഷരക്ഷേതി ജഗൽ ചക്ഷുനന്ദനൻ പറഞ്ഞക്ഷിനീർ തൂകി തൂകി തൽക്ഷണം കേണു ചൊന്നാൻ. നരജാതികളുടെ പുണ്യപാപങ്ങളെല്ലാം പരിചോടെഴുതിയ പടവുമിതാ വെച്ചേൻ. പല ദുഃഖവുമേറ്റം പറഞ്ഞു ഖേദം പൊറാഞ്ഞാലസ്യ ചേതസ്സോടും തളർന്നു കിടക്കുന്ന വിഗ്രഹം പൂണ്ടു വിരിഞ്ചാഗ്രതോ നിൽക്കും വായുവ്യഗ്രനാം കൃതാന്തനെ ചെന്നെഴുന്നേൽപ്പിച്ചുടൻ വിമലാസനം തന്നിലിരുത്തി സദാഗതി. ശമനാ തവ ദുഃഖ കാരണം ചൊൽക സഖേ. ഏവനാൽ ഭവാൻ അഭിഭൂതനായി വന്നവാറും ഏവനാൽ സ്ഥാനം അപഹരിച്ചു ഭവാനുടെ ഉണ്ടായ വാർത്തയെല്ലാം സ്വാമിയോടുണർത്തിക്ക. കുണ്ഠനാകുലാവൃത ബാലകനെന്ന പോലെ മാരുതവാക്യം കേട്ടു രവിനന്ദനൻ ചൊന്നാൻ. ധീരത വരുന്നീല എങ്കിലും ധരിപ്പിക്കാം നശിച്ചു മമ പുണ്യം. മരിച്ചാലിത്ര ദുഃഖം നിനച്ചിടുകയില്ല ധരിച്ചു കൊൾക വിഭോ. സ്വാമി ധനമനുഭവിച്ചു ജീവിക്കയും സ്വാമി കൽപ്പിച്ച പോലെ ചെയ്യാതെ വസിക്കയും ചെയ്തിടുന്നവൻ മരപ്പുഴുവായി ജനിച്ചിടുമേതും സംശയമില്ല. പിന്നെയും ഭേദം കേൾക്ക. ബുദ്ധിസാമർഥ്യം കൊണ്ടു ഭൂപതിയുടെ വിത്തം സ്വസ്ഥനായ ബഹരിച്ചിട്ടു ജീവിപ്പവൻ. പ്രളയശതത്രയം നരകേ വാഴുമവൻ. ജലജാസന തവ ശാസനമേവമല്ലോ പ്രഭുവാമവനെടോ വിത്തത്തിനപേക്ഷയും
സഫല നിയോഗവേലകൾ കണ്ടുപേക്ഷയും പെരുകുമവൻ പിന്നെ യുധനായിടുന്നവൻ നരകം പ്രാപിച്ചേഴു ജന്മം വായസമവൻ തന്നുടെ കാര്യത്തിനായി സ്വാമി കാര്യങ്ങളെല്ലാം നിന്നിച്ചു വിഘ്നം വരുത്തിയിടിന പുമാൻ പിന്നെ കല്ലതിലെലിയായി പിറക്കും അവനെന്തുമില്ല സംശയം ക്ഷയം 300 കഴിവോളം കർത്താവു കൽപ്പിച്ചുള്ള വിത്തത്തെ ഗ്രഹിച്ചവൻ നിത്യവും തൻ്റെ കാര്യം ചിന്തിച്ചു ഗ്രഹേ വാണു കർത്തൃശാസനത്തിനു വല്ല വിഘ്നങ്ങൾ ചൊല്ലി വർത്തിക്കും ജനം പിന്നെ ജനിക്കും മാർജാരനായി ദുഷ്കൃതഫലമേവമെന്നോർത്തു ഭവാനുടെ ദുഷ്കരമായിട്ടുള്ള ശാസനമനുഷ്ഠിച്ചു ധർമ്മേണ പുണ്യപാപസംഘങ്ങൾക്കൊത്തവണ്ണം ഉണ്മയോടനുഭവിപ്പിച്ചതു പ്രജകളെ മനസാധരിച്ചുകൂടാതുള്ള സൂക്ഷ്മധർമ്മം മുനിമാരോടു ചോദിച്ചറിഞ്ഞുകൊണ്ടു ന്യായം കൽപ്പകാലാദി പുനരിത്ര നാളേവം ചെയ്തേൻ. ഉൽപ്പലോത്ഭവ പോറ്റി ഇന്നു ഞാൻ സമർപ്പിച്ചേൻ ഭൂതലേയൊരു നരൻ കീർത്തിമാൻ എന്ന നൃപൻ ജാതനായി വിഷ്ണുഭക്തൻ അന്യമെല്ലാമേനിന്ത്യൻ സപ്തദ്വീപുകളെല്ലാം വൈശാഖധർമ്മങ്ങളെ നിജശാസനാൽ അനുഷ്ഠിപ്പിച്ചു താനുമേവം ഭജനം ചെയ്തിടുന്നു ഭാസ്കര കുലജാതൻ സർവകർമ്മവും പിതൃപൂജയും അഗ്നിപൂജ സർവതീർത്ഥ സ്നാനാദി സൽക്രിയ യോഗം സാധ്യം സ്വാധ്യായ ഹോമഗണ സംപ്രാണ നിരോധനം സാധ്യമല്ലെന്നു കണ്ടു സമസ്തം ഉപേക്ഷിച്ചു ബഹുപാപങ്ങൾ ചെയ്തു വൈകുണ്ഠം പ്രാപിക്കുന്ന മഹിമയേറും വൈശാഖക്രിയ ചെയ്താലേകൻ പിതൃക്കളോടും പിതാമഹന്മാരോടും കൂടെ മധുദ്വേഷിതൻ ലോകം പ്രാപിക്കുമത്ര പോരാ. ജനക പരമ്പരാമൃതന്മാരെല്ലാവരും ജനനീ പരമ്പരാമൃതരും അതുപോലെ മാനിനി മാതൃഗോത്രമൃതരുമേവം തന്നെ നൂനം തൻ പിതൃപരമ്പരയും യഥാ തഥാ. സഹജപുത്രീ പുത്രനിവക വരന്മാരും സഹവൈഷ്ണവലോകം പ്രാപിക്കുമെന്നു കേട്ടു. ഒരുവൻ വൈശാഖധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ തരുണി ഗർഭേമേവും അർഭകൻ ശുദ്ധിമാൻ പോൽ. ഒരുവൻ പൈതൃകർമ്മത്തിനുടെ ഫലം കൊണ്ടു 21 കുലമുദ്ധരിച്ചിടുന്നു പോൽ. എന്നുടെ മാർഗത്തിങ്കൽ ഈ വണ്ണം വരാ ഹരിമന്ദിരം പ്രാപിപ്പതിന്നറിക മഹാത്മാവേ. ദാനാദി തപോവ്രതയജ്ഞാദി തീർത്ഥങ്ങളാൽ മാനവനേതും ഗതി വരികയില്ല നൂനം. സതതപ്രയാഗ വാസാദ്രണമധ്യേ മൃതി പതനമദ്രേർഭൂയോ മരണം കാശിദേശേ. ഈ വണ്ണമുള്ള ഗതിക്കധികമാകുന്നു പോൽ വൈശാഖ പുണ്യമെന്നു കേൾക്കുന്നു നാഥ. വ്രതസ്നാനം ചെയ്തു മാധവമർച്ചിച്ചുടൻ മാധവ മഹാത്മ്യവും കേട്ടുകൊണ്ടിരുന്നാകിൽ മാധവൻ പ്രസാദിച്ചു തന്നുടെ ലോകം നൽകും. ആദികളെല്ലാം മറ്റു സുഖിച്ചിടുന്നു ജനം. ഇങ്ങനെ ബഹുകോടി ജനങ്ങൾ ചെന്നവാറേ തിങ്ങുകയില്ല ഹരിമന്ദിരമതുമൂലം. മംഗലലോകമോർത്താലയ പ്രാണനായി അംഗദേവേശ ചെവിക്കൊള്ളേണമിനിയും നീ. അധർമ്മസ്ഥിതനെയും അശുദ്ധീകരനെയും സ്വധർമ്മസ്ഥിതനെയും വിശുദ്ധീകരനെയും പങ്കജകുലവരജാതനാം നൃപാധിപൻ പങ്കജേ ക്ഷണപാദ പങ്കജേ സർവധർമ്മം പങ്കജോത്ഭവ സമർപ്പിച്ചു വൈശാഖധർമാൽ. പങ്കജനാഭാലയം പ്രാപിപ്പിക്കുന്നു ജവാൽ നിനച്ചാലധിശത്രു ധരിക്ക നമുക്കിവൻ ധരിച്ചിടാഞ്ഞാലിന്നും വരുത്തുമനർത്ഥം കേൾ. നരപാലകൻ വിഷ്ണു സ്മരണശക്തി കൊണ്ടു പരമാത്മാവിൽ ലോകം കരസ്ഥമാക്കിടുവാൻ അംബുജോദ്ഭവനാകും നിന്നുടെ തിരുമുമ്പിൽ നമ്മുടെ ദണ്ഡം നല്ല പടവും വെച്ചേനല്ലോ. ലോകപാലത്വം പടമെന്നിവ മാർജിതമായി ലോകനായക പോറ്റി എന്തിനി വരാനവോ.
തമിശ്രാധിപമുഖിയായ നാരിമാർക്കു സമർത്ഥനായിട്ടൊരു നന്ദനൻ ഉണ്ടാകിലോ. സമസ്ത ദുഃഖം തീർന്നു സുഖിയാം അവൾ തന്നെ കണക്കെ മന്ദനെങ്കിൽ ദുഃഖവും വന്നുകൂടും. ധർമാർത്ഥകാമങ്ങളെ വഴിയെ സിദ്ധിപ്പിപ്പാൻ വന്മതി പരാക്രമത്തോടും അങ്ങൊരു പുത്രൻ ഉണ്ടായാൽ അതിസുഖം ജനനിക്കകതാരിലുണ്ടാകും. അവളേറ്റം പുണ്യശാലിനിയല്ലോ. വീരസുവായ നൃഗഭാമിനി മഹാഭാഗ്യ നാരിമാരായാൽ ഏവമെങ്കിലേ സുഖമുള്ളൂ. സൽക്രിയാദികൾ കൊണ്ടു കീർത്തിമാനായ നൃപൻ സൽകീർത്തി സമസ്തവും ആർജനം ചെയ്താനല്ലോ. കൽപ്പാതി മഹാഭൂപവീരരെയെല്ലാം കണ്ടേ മൽപ്പടേ ലേഖാൽ അരിമർജനം ചെയ്തിടുവാൻ കെൽപ്പു പോരാതെ തന്നെ കഴിഞ്ഞോരവരെല്ലാം ഇപ്പോൾ ഈ കീർത്തിമാനാൽ സാധിച്ചു കൊണ്ടാനല്ലോ. പൂർവകൽപ്പേഷു മുനിമാരാലും കേൾപ്പോരില്ല വാരിജോത്ഭവ പടമാർജന കർമ്മം പുരാ. ഇക്കാലമതും കാണായി വന്നു മേ ജഗൽ പ്രഭോ. ദുഷ്കരമായിട്ടേതുമില്ലെന്നും പ്രസിദ്ധമായി കോപലജ്ജാസൂയാതീത പവൈരാഭിമാന ലോഭങ്ങൾ സഹിയാഞ്ഞൊരന്തകൻ ചൊന്ന നേരം കമലോദ്ഭവൻ പുനരവനോടരുൾ ചെയ്തു. ശമനമതിമതി കിമർത്ഥം ഖേദേനതേ. ഒരുത്തനുടെ ഗുണഗണങ്ങൾ കണ്ടാലുള്ളിൽ വരുത്തമുണ്ടായി വരുമവനും വിശേഷിച്ചു. മരണത്തേക്കാൾ പരം സങ്കടമവനുണ്ടാം. പെരുകും അസൂയയാമധികം ദോഷം ഫലം. ഭൂപശാസനം കൊണ്ടു വൈകുണ്ഠം പ്രാപിക്കുമോ? താപമുണ്ടായിടേണ്ട സജ്ജന ഗുണം കണ്ടാൽ അച്യുതമൂർത്തി തന്നെ ഭക്ത്യൈവ പൂജിക്കിലോ. നിശ്ചയമവനില്ല പുനർജന്മങ്ങളോർക്ക. ബഹുയജ്ഞത്താൽ തന്നെ നിവൃത്തി വരാസഖേ. മഹിമ പറയാമോ മാധവാർച്ചനത്തിൻ്റെ? ഹരി എന്നുള്ള തിരുവക്ഷരം രണ്ടും നാവിൽ മരുവുമെന്നാൽ അവനില്ല സങ്കടമേതും. ഭാരതീദേവിയാലും കുരുക്ഷേത്രത്തെ കൊണ്ടും കാര്യമില്ലവനെന്നും ധരിക്ക മഹാത്മാവേ. സ്വപജിയാകും രജസ്വലയാം നാരിയാളെ അഭിലാഷേണ ഭോഗിച്ചിടിനാനൊരു വിപ്രൻ. സുരപാനവും ചെയ്തു വസിച്ചാൻ ചിരകാലം. ഹരിനാമവും ചൊല്ലി മരിച്ചാൻ ഒരു ദിനം. പെരുകേടിന പാപമഖിലം വേർപെട്ടവൻ ഹരിമന്ദിരം തന്നിൽ സുഖിച്ചു വാണാൻ. പിന്നെ മാധവമാസം തന്നിലാകിലോ മഹാബലം. മാധവനേറ്റം പ്രിയം തൽവ്രതം സത്യമത്രേ. തന്മാഹാത്മ്യത്തെ ഭക്ത്യാ കേൾപ്പവനുണ്ടാം ഗതി. തൽവ്രതവര പുണ്യമെങ്ങിനെ ചൊല്ലുന്നു ഞാൻ. ഇക്കണ്ട വിശ്വങ്ങളും നമ്മയും ജനിപ്പിച്ച നിഷ്കളമൂർത്തി പരനാധികാരണനാകും ഭഗവാനേറ്റമിഷ്ടമായ വൈശാഖകർമ്മം സുഖമേ ചെയ്താലീശനനിശം സഹായവാൻ. ജന്മവും വരാ മൃത്യുവ്യാധികൾ ഭയാദിയാം കന്മഷം വിഷ്ണുഭക്തന്മാർക്കുളവാകയില്ല. ഭർത്തൃശാസനം ചെയ്യുവാൻ ശക്തിയില്ലെന്നു വന്നാൽ ദുഷ്കൃതം ഭൃത്യന്മാർക്കു വരുമാറില്ല നൂനം. തന്നാലാവതു ചെയ്തു സാധ്യമല്ലാത കർമ്മം തന്നെ കർത്താവോടു വാർത്തകളറിയിച്ചാൽ തൽക്കർമ്മം നിയോഗിക്കയുണ്ടാകില്ലെന്നു നൂനം. കിൽബിഷമോർത്തു ദുഃഖിച്ചീടരുതിനി ഭവാൻ. നാൻമുഖനേവം ചൊന്ന നേരത്തു ധർമ്മരാജൻ കാമിതം സാധിയാതെ പിന്നെയും ചൊല്ലിടിനാൻ. ഗൽഗതവർണ്ണത്തോടും ബാഷ്പവും തൂകി തൂകി ഉൾക്കരുന്നടങ്ങാതെ രോദനം ചെയ്തു ചെയ്തു കീർത്തിമാനുള്ള നാളിലീദൃശം വേലയതും തീർത്തു ചൊല്ലിടാമടിയൻ മതിയാക്കി നൂനം. സ്വധർമ്മനിഷ്ഠയോടും ഭൂപതി വസിക്കട്ടെ.
അധുനാ ഗമിക്കുന്നേൻ അടിയൻ ദയാനിധേ തനയൻ ഗയാതിരേ പിണ്ടതനെന്ന പോലെ കനമെല്ലാമേ തീർന്നു ഗമിച്ചിടുന്നേനകം. തന്മതമേവം ചൊല്ലി മുഖവും താഴ്ത്തിമേവും ധർമ്മരാജനെ നോക്കി പിന്നെയും അരുൾ ചെയ്തു. മാധവൻ ധർമ്മപാരായണനായി മരുവുന്ന മാധവപ്രിയൻ തന്നെ കൊല്ലാമോ കഷ്ടം കഷ്ടം. ബോധവും നിനക്കുള്ളിൽ തെളിഞ്ഞീലെന്നാകിലോ ആദി നീങ്ങുവാൻ വിഷ്ണുദേവനോടുണർത്തിക്കാം. എന്നോടു ഭവാൻ പ്രതിപാദനം ചെയ്ത പോലെ ഇന്ദിരാനാഥനോടു തുടങ്ങിയിടൊലാസഖേ. അരുളി ചെയ്ത വണ്ണമനുഷ്ഠിക്കെന്നേ വരൂ. വിരുദ്ധഭാവം കണ്ടാൽ അനർത്ഥം വരുത്തിയിടും. നരപാലകരുടെ ശാസനം ലംഘിക്കാമോ? നരജാതികളെല്ലാം സമർത്ഥരെന്നാകിലും നമ്മുടെ നാരായണ സ്വാമി കൽപ്പിച്ച പോലെ നന്മകൾ വരുവാനായി പ്രയത്നം ചെയ്തു വയം. വിരിഞ്ചനേവമുരം ചെയ്തു താപസരോടും തിരിച്ചു കാലനോടും നടന്നു മോദപൂർവം. ക്ഷീരസാഗരം പുക്കു സർവദേവതകളോടും വാരിജേക്ഷണൻ തന്നെ സ്തുതിച്ചു നിൽക്കും വിധൗ. പ്രത്യക്ഷീകരിച്ചരുൾ ചെയ്തു പത്മാക്ഷനേവം അർത്ഥമെന്തത്ര നിങ്ങളാഗമിപ്പതിനിപ്പോൾ. ദുഃഖമിക്കാലം ധനുജന്മാരാനുണ്ടാകയോ? ശുഷ്കവക്ത്രനായി വന്നതെന്തിപ്പോൾ ധർമ്മരാജൻ. അരുൾ ചെയ്തതു കേട്ടു വിരിഞ്ചൻ കൂപ്പിത്തൊഴുതരുണായുധപ്രഭാമൂർത്തിയോടുണർത്തിച്ചാൻ. സേവകനാകും തവ കീർത്തിമാനായ നൃപൻ ദേവശാസനം കൊണ്ടു നരന്മാരെല്ലാരെയും വൈശാഖധർമ്മമനുഷ്ഠിപ്പിച്ചു നിരന്തരം. കേശവ പോറ്റി തവ സന്നിധൗ ചേർത്തിയിടുന്നു ഇക്കാലം ധർമാലയമതിനാൽ നിശൂന്യമായി. ദുഃഖം മാനുഷാന്തകനായതു തന്നെ പോറ്റി യുദ്ധം ഭൂപതിയോടു നിതരാം ചെയ്തു ജയം. സിദ്ധിക്കയില്ലെന്നോർത്തു കാലദണ്ഡത്തെ വിട്ടാൻ സത്വരം ഭുവൽ ചക്രം രക്ഷിച്ചു കൊണ്ടാനല്ലോ. കീർത്തിമാനല്ലോ ജയം പിന്നെയും വന്നുകൂടി തൽപ്രകാരങ്ങൾ എന്നോടർക്കജനറിയിച്ചാൻ. അപ്രകാരങ്ങളെ ഞാൻ അഖിലമുണർത്തിച്ചേൻ. ത്വൽഭക്തന്മാരാം മഹാത്മാക്കളെ വധിപ്പാനായി കൽപ്പനയില്ല, മമ ശക്തിയും അതിനില്ല. വാഞ്ചിതമേവമറിയിപ്പതിനത്ര വന്നേൻ നിൻ ചരണാരവിന്ദം സന്തതം നമോസ്തുതേ. ആത്മഭൂതന്റെ ഗിരമിങ്ങനെ കേട്ട നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. പ്രാണദേഹങ്ങൾ മമ കൗസ്തുഭം ശ്രീവത്സവും പ്രാണനായികയായ ദേവിയും വനമാല ക്ഷീരസാഗരം ശേഷൻ വിമലശ്വേതം ദ്വീപം ചാരുവൈകുണ്ഠം പുത്രിപുങ്കവം വൈനതേയം എന്നിവയുപേക്ഷിപ്പാനില്ല സംശയമേതുമെന്നുടെ ഭക്തന്മാരെ ഞാൻ ഉപേക്ഷിക്കയില്ല. ദുഃഖിതനായ നരകാന്തക ഭവാനുടെ ദുഃഖങ്ങളകലുവാൻ തക്കവാറിതു കേൾക്ക. 10,000 വയസ്സുണ്ടു കീർത്തിമാനെടോ, അധുനാ മുതൽ 2000 ഇനിയുള്ളൂ. തത്ര മത്സായുജ്യം ഞാൻ നൽകുമെന്നറിഞ്ഞാലും അത്ര ഞാൻ ചൊൽവോളവുമുണ്ടാക്കാമുപായങ്ങൾ. വേനനെന്നൊരു നൃപാലകനുമുണ്ടാം പിന്നെ. ദാനധർമാദി സർവം നശിപ്പിച്ചിടുമവൻ. വേദാർത്ഥധർമ്മങ്ങളെ ശോഭിപ്പിപ്പതിന്നു ഞാൻ ഭൂതലം തന്നിൽ പിറന്നിടുമെന്നറിഞ്ഞാലും വൈശാഖധർമ്മം പിന്നെയും ശോഭിപ്പിക്കും. മന്നിടം തന്നിലെന്നു ധരിക്കദണ്ഡപാടേ സ്വകൃത പാപങ്ങളാഹിക്കും വേനൻ പിന്നെ. സകലധർമ്മങ്ങളും ധരിപ്പേനഹം തഥാ പൃഥുവെന്നോരു നരപാലനായി പിറന്നിടും. പൃഥിവീതലത്തിങ്കൽ അരിക പത്മാസന സർവപ്രാണാർത്ഥ ദാഹദാരിദ്ര്യങ്ങളുമെങ്കൽ സർവദാ ചെയ്തിടുന്ന മാനുഷൻ മൽഭക്ത്യാഢ്യൻ. സഹസ്രജനങ്ങളിലൊരുവനുമുണ്ടാമേവം സഹസ്രപത്രോത്ഭവ വിഖ്യാതനാകുമവൻ.
ധന്യധർമ്മങ്ങൾ ദുഷിച്ചിടില്ല മൽഭക്തന്മാർ അന്യന്മാർക്കിതിലാസ്ഥയുണ്ടാകയില്ല മേലിൽ. പിന്നെയും ഭൃത്യന്മാരിലേഖനോടരുൾ ചെയ്തു, ചെന്നു നീ കീർത്തിമാനോടീ വണ്ണം പറയേണം. നിത്യവും കൃതാന്തനെ ചിന്തിച്ചു മാനുഷന്മാർ ഭക്ത്യൈവ കിഞ്ചിൽ സ്നാനമർഘ്യവും വേറെ വേണം. പൂർണ്ണ കുംഭാംബുധി സംയുധാനവും കൂടി പൗർണമാസ്യാം മോദേന ധർമ്മരാജനെന്നോർത്തു ദാനം വിപ്രനു ചെയ്ക വേണമെന്നുര ചെയ്ക. നൂനമീ വണ്ണം ചെയ്തിടായിലോ വിശേഷിച്ചും വൈശാഖധർമ്മം അനുഷ്ഠിച്ചവരുടെ പുണ്യം ധർമ്മവുമെല്ലാം അപഹരിക്കും വൈവസ്വതൻ. കീർത്തിമാനോടു പറഞ്ഞീ വണ്ണം ബോധിപ്പിക്കുന്നാസ്തയാ സനന്ദനെ സാദരം നിയോഗിച്ചു. തരസാ സനന്ദൻ ചെന്നവനീശനെ കണ്ടങ്ങരുളി ചെയ്തതെല്ലാം അവനോടറിയിച്ചാൻ. ദധ്യന്നം പൗർണമാസ്യാമുദക കുംഭത്തോടും ശ്രാദ്ധദേവനായ വിപ്രനഗ്രതോ ദാനം ചെയ്യുക. പിന്നെയും പിതൃക്കളെ ചിന്തിച്ചു തന്നെ ചെയ്യുക. അന്വഹം മധുദ്വിഷം ധ്യാനിച്ചു ദാനാദികൾ പ്രതിമ പൂജിച്ചു നിർമ്മിച്ചുവെന്നാകിലേതു മതിമാനായ വിപ്രൻ തനിക്കു ദാനം ചെയ്യുക. മാധവധർമ്മമുപദേശിച്ച ഗുരുവിനെ ചേതസി ഭക്ത്യാ പുനരാവോളം പൂജിക്കേണം. ആദിനായകനുടെ ശാസനമേവമെന്നു മേദിനീപതിയോടു സനന്ദനുര ചെയ്തു. സനന്ദൻ പോയ ശേഷം സൗരിയോടുര ചെയ്തു. ജനസന്താപകാരിയാകിയ ദേവദേവൻ വ്യസനം കളകനീ ഭാസ്കരെ വൈകാതെ ഞാൻ പൃഥുവായി ധർമ്മമെല്ലാം നടത്തിടുന്ന കാലം. വൈശാഖധർമ്മമൊഴിഞ്ഞെല്ലാമേ നടത്തുവാൻ സംശയമേതുമില്ല. തൽവ്രതം മുടങ്ങിയിടും ബഹുജന്മാർജിതമായുള്ളൊരു പുണ്യം സർവം. ബഹുപക്വതയോടും വന്നുദിച്ചിടുന്നൊരു മാനുഷോത്തമൻ അറിഞ്ഞതിനെ ഉപാസിക്കും. മാനസതാപം കളഞ്ഞാശു പോയാലും യൂയം ഈ വണ്ണമരുൾ ചെയ്തു മറഞ്ഞു നാരായണൻ. ദേവേശൻ താനും തൊഴുതാത്മഗേഹത്തിൽ പുക്കാൻ ഖേദങ്ങളൊട്ടു തീർന്നു നടന്നു ധർമ്മരാജൻ. മേദുരമാകും നിജമന്ദിരമകം പുക്കാൻ. അധ്യായം 13 ചൊല്ലിയേ നൃപോത്തമ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുക കഥാശേഷം. ഇതി വൈശാഖമഹാത്മ്യം 13 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.